ആൻഡ് ഈ കാണുന്നതാണ് ബ്രേ ബീച്ച്. ആൻഡ് നമ്മളിപ്പോൾ നടക്കാൻ പോകുന്നത് ആ മലയുടെ മുകളിലുള്ള ക്രോസിൻ്റെ അവിടത്തേക്ക് ഞങ്ങളിങ്ങനെ ട്രക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഈ പോകുന്ന വഴിക്കത്തുള്ള നല്ല സീനിങ് ആയിട്ടുള്ള കാഴ്ചകളൊക്കെ ഞാൻ നിങ്ങളെ കാണിക്കാം. സോ ലെറ്റ്സ് ഗോ. ഇതാണ് നമ്മുടെ ട്രെക്കിൻ്റെ എൻട്രൻസ്. ആൻഡ് നമ്മൾ ട്രക്ക് ചെയ്യാൻ പോകുന്ന വഴിയൊക്കെ ഈ മാപ്പിലുണ്ടാവും. ഇല്ല, ഇത് ഈ ട്രക്ക് ചെയ്ത് പോകുന്ന വഴിക്ക് നമുക്ക് എന്തൊക്കെ കാണാൻ ചാൻസ് ഉണ്ട് എന്ന് എഴുതി വച്ചിരിക്കുന്ന ഒരു ബോർഡാണ്. ഈ കാണുന്ന പൂക്കളും ബേർഡ്സിനെയൊക്കെ ചിലപ്പോൾ കാണാൻ ചാൻസ് ഉണ്ടായിരിക്കും. നമുക്ക് നോക്കാം. ഇത് കുറച്ചധികം സ്റ്റീപ്പായിട്ടുള്ളൊരു ട്രെക്കാണ്. നമ്മൾ മുകളിലേക്ക് നടന്ന് പോകുന്തോറും ഇച്ചിരിയൂടെ നമ്മുടെ ഈ സ്റ്റെപ്സ് കുറച്ചും കൂടെ സ്റ്റീപ്പായിക്കൊണ്ടേയിരിക്കും. സോ കുറച്ച് ബുദ്ധിമുട്ടാകും എന്ന് തോന്നുന്നു. എന്തായാലും ഇവിടെ വരെ വന്നല്ലേ, മൊത്തം കയറാം. നല്ല സമയം തോന്നുന്നു. ഇവിടെ ഇപ്പോൾ മഴയും കൂടെ പെയ്യാൻ തുടങ്ങി. ഇനിയും ഒത്തിരി മുകളിലേക്ക് പോകാനുണ്ട്. പകുതി വഴി പോലും ഞാൻ എത്തിയില്ല. അതിന് മുന്നേ ഞാൻ ക്ഷീണിച്ചു. നമ്മൾ ട്രക്ക് ചെയ്ത് ഓൾമോസ്റ്റ് ആ ഒരു മലയുടെ പകുതി വരെ എത്തി. ഇതാണ് ഇവിടുത്തെ വ്യൂ. അത്യാവശ്യം കാറ്റുണ്ട്. ചെറുതായിട്ട് മഴ പെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇപ്പം ഓക്കെ. നമ്മൾ ഏകദേശം മലയുടെ ഏറ്റവും മുകളിൽ എത്താറായി. ആൻഡ് ആ കാണുന്നതാണ് കുരിശ്. നമ്മൾ കുരിശിൻ്റെ ഇച്ചിരിയോട് അടുത്തെത്തി. ആദ്യമായിട്ടാണ് കുരിശിന് വേണ്ടി ഇത്ര അധികം ഞാൻ ആഗ്രഹിക്കുന്നത്. ആ കാണുന്നതാണ് ഞാൻ മുന്നേ പറഞ്ഞിരുന്ന ക്രോസ്. ഇപ്പോൾ ഇച്ചിരി ദൂരത്താണെങ്കിലും നമ്മൾ വേഗം തന്നെ അവിടെ എത്തുന്നതാണ് എൻ്റെ ഒരു പ്രതീക്ഷ. കുറച്ച് മഴയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ട്രെക്ക് ചെയ്ത് അത്യാവശ്യം മുകളിൽ എത്താറായി. നമ്മൾ ട്രെക്ക് തീരാറായി. ആൻഡ് എൻ്റെ പുറകിൽ കാണുന്നതാണ് ബ്രേ ബീച്ച്. പിന്നെ ആ സൈഡിൽ കാണുന്നതാണ് വിക്ലോ മൗണ്ടൻസ്. മൗണ്ടൻസ് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റില്ല, കാരണം ഇച്ചിരി ക്ലൗഡിയാണ്. ആൻഡ് കുറച്ചും കൂടി മുകളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ക്ലിയർ ആയിട്ട് ഒരു സൈഡിൽ ബീച്ചും ഒരു സൈഡിൽ മൗണ്ടനും ആയിട്ട് ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ ആയിരിക്കും. ഞാൻ മുകളിൽ പോയിട്ട് നിങ്ങളെ കാണിക്കാം. ഉണ്ടാവും, പക്ഷേ അതിനുള്ള എന്നെ പിടിക്കില്ല. അപ്പോൾ നമ്മുടെ ട്രക്കിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മളിങ്ങനെ താഴത്തേക്കിന് ഇറങ്ങിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഇപ്പോൾ നമ്മൾ താഴത്തേക്കിന് പോകുന്നത് ബ്രേ ബീച്ചിലോട്ടാണ്. ആൻഡ് അവിടെയാണ് കാർ പാർക്കിങ്ങും കാര്യങ്ങളൊക്കെ. ആൻഡ് ട്രക്കിംഗ് ഒക്കെ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒത്തിരി ഈ ഒരു സ്ഥലം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. പിന്നെ അയർലൻഡ് എന്ന് പറയുമ്പം ഒത്തിരി ഇവിടെ കാണാൻ ഒത്തിരി ഉള്ളതും ട്രക്കിങ്ങിന് പോകുന്ന സ്ഥലങ്ങളും പിന്നെ ബീച്ചസുമാണ്. അൺലൈക്ക് എനി അതർ യൂറോപ്യൻ കൺട്രി. ഇവിടെ ഭയങ്കര ഫ്ലാറ്റ് അല്ല, ഇവിടെ ഫുൾ മൗണ്ടൻസും ഇതുപോലെ ട്രെക്ക് ചെയ്യാൻ കുറേ സ്ഥലങ്ങളുണ്ട്. സോ ട്രെക്കിങ്ങും ബീച്ചസൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അയർലൻഡ് എന്തായാലും ഇഷ്ടപ്പെടും. സോ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടത് ഞാൻ വിചാരിക്കുന്നു. സോ അടുത്ത ഇതുപോലെ ഞാൻ അയർലൻഡിൽ വേറെ ഏതെങ്കിലും ഭാഗത്ത് പോകുമ്പോൾ അല്ലെങ്കിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും കാണുമ്പോൾ ഞാൻ ഇനിയും വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യുന്നതാണ്. സോ അൻറ്റിൽ ദെൻ ബൈ.